ഒമാനിയ മൊബൈൽസ് AM റോഡ് പെരുമ്പാവൂർ, PO ജംഗ്ഷൻ മൂവാറ്റുപുഴ. മൂവാറ്റുപുഴ നഗരവികസനവുമായി ബന്ധപ്പെട്ട യൂട്ടിലിറ്റി പ്രവർത്തനങ്ങൾ ജനുവരി ആദ്യവാരം ആരംഭിക്കുമെന്ന് മാത്യു കുഴൽനാടൻ MLA അറിയിച്ചു. വിവിധ വകുപ്പുകളിലെ ഉന്നത ഉദ്യോഗസ്ഥർക്കൊപ്പം നഗരവികസന നിർമ്മാണ പ്രദേശങ്ങൾ സന്ദർശിച്ച ശേഷം പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. നഗര റോഡുകളുടെ പുനർനിർമ്മാണത്തോടനുബന്ധിച്ച് യൂട്ടിലിറ്റി ഷിഫ്റ്റിംഗ് വേഗത്തിലാക്കുവാൻ മാത്യു കുഴൽനാടൻ MLA വിളിച്ചു ചേർത്ത ഉന്നതതല യോഗത്തിൽ തീരുമാനമായി. നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാനും കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുന്നതിനുമായി ഉപകരണങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള സ്ഥലപരിശോധന വിവിധ വകുപ്പ് മേധാവികളുടെ നേതൃത്വത്തിൽ പൂർത്തിയാക്കി. റോഡ് നിർമ്മാണത്തിന് മുന്നോടിയായി വൈദ്യുതി പോസ്റ്റുകളും വാട്ടർ കണക്ഷനും ഷിഫ്റ്റ് ചെയ്യുന്ന നടപടി വേഗത്തിലാക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകിയതായി MLA അറിയിച്ചു. ടൗൺ വികസനവുമായി ബന്ധപ്പെട്ട് ഈ ഇലക്ട്രിക് കേബിളുകൾ മാറ്റുന്നതും ഏറ്റവും അത്യാധുനികമായിട്ടുള്ള ട്രാൻസ്ഫോമറും RMBയും എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനുള്ള സ്ഥലത്തിൻ്റെ പരിമിതി നിലവിലുണ്ട്. അപ്പോൾ അതെങ്ങനെ പരിഹരിക്കാമെന്നതിനെ സംബന്ധിച്ചുള്ള ഒരു സംയുക്ത പരിശോധനയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഇതിൻ്റെ അകത്ത് കിഫ്ബിയിൽ നിന്നുള്ളവരും അതുപോലെ KRFBയിൽ നിന്നുള്ളവരും KCBയിൽ നിന്നുള്ളവരും അതുപോലെ ഇലക്ട്രിക്കൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൽ നിന്നുള്ള അവരുടെ സംയുക്ത ഒരു ടീമാണ് പരിശോധന ചെയ്യുന്നത്. ഇവിടെ ടൗണിലെ പരിമിതമായ സൗകര്യങ്ങൾ വെച്ചിട്ട് ഉള്ള സൗകര്യത്തിൽ എങ്ങനെ എല്ലാ സേഫ്റ്റി സ്റ്റാൻഡേർഡ്സും പാലിച്ച് ഈ ട്രാൻസ്ഫോമർ ലൈനും ഷിഫ്റ്റ് ചെയ്യാന്നുള്ളതാണ് നോക്കുന്നത്. അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. പിന്നെ അതുപോലെ തന്നെ BSNLൻ്റെ പ്രശ്നം, അതുപോലുള്ള ഈ കേബിളുകളുടെ പ്രശ്നം ഒരു വൺസ് ആൻഡ് ഫോർ ഓൾ നമ്മളൊരു സെറ്റ് പാറ്റേണിൽ സെറ്റ് ചെയ്താൽ മാത്രമാണ് ബാക്കി പണി മുമ്പോട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രശ്നമാണ്. അവരെല്ലാവരും ചേർന്ന് ഒരു സൊല്യൂഷൻ ഇവോൾവ് ചെയ്യുന്നുണ്ട്. വളരെ താമസിയാതെ നമുക്കിത് പരിഹരിച്ച് ടൗണിൻ്റെ വർക്ക് വളരെ വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായി യൂട്ടിലിറ്റി ഉപകരണങ്ങൾ സ്ഥാപിക്കുന്നതിന് ആവശ്യമായ സ്ഥലങ്ങൾ സംയുക്ത സംഘം മാർക്ക് ചെയ്തു. നേരത്തെ മാർക്ക് ചെയ്ത സ്ഥലങ്ങളിൽ ഉപകരണങ്ങൾ സ്ഥാപിക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ ഉണ്ടോ എന്നാണ് പരിശോധന നടത്തിയത്. KSEB, വാട്ടർ അതോറിറ്റി, BSNL ഉപകരണങ്ങൾ എന്നിവ സ്ഥാപിക്കുന്നതിനുള്ള സ്ഥലങ്ങളാണ് മാർക്ക് ചെയ്തത്. നിർമ്മാണ കാര്യങ്ങൾക്കായി ഒഴിവാക്കിയിട്ട സ്ഥലങ്ങളിൽ ഇവ സ്ഥാപിക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ ഉണ്ടോ എന്ന പരിശോധനയാണ് പ്രധാനമായും നടത്തിയത്. വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ കൈവശമുള്ളതും സർക്കാർ ഏറ്റെടുത്ത സ്വകാര്യ വ്യക്തികളുടെ സ്ഥലങ്ങളിലുമായാണ് സൗകര്യങ്ങൾ ഒരുക്കുക. വൈദ്യുതി ജലവിതരണ സംവിധാനങ്ങൾക്കായി പ്രത്യേക ഡക്റ്റുകളുടെ നിർമ്മാണം പൂർത്തിയാവുകയാണ്. മുനിസിപ്പൽ ചെയർമാൻ PP എൽദോസ്, KRFB സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ മഞ്ജുഷ PR, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജയരാജ്, KSEB അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ സൂരജ് NM, കിഫ്ബി അസിസ്റ്റന്റ് പ്രൊജക്ട് മാനേജർ അമലാചന്ദ്രൻ തുടങ്ങി വൈദ്യുതി ബോർഡ്, വാട്ടർ അതോറിറ്റി, പൊതുമരാമത്ത് വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിലും പരിശോധനയിലും പങ്കെടുത്തു. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.